ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറച്ച് ദിവസം എനിക്ക് റെസിപ്പി ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി ചിക്കൻ റെസിപ്പി നോക്കിയാലോ? ചിക്കൻ അൽഫാം റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് സൂപ്പറായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു അടിപൊളി സ്റ്റാർട്ടർ റെസിപ്പിയാണ്. എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ഒരു റെസിപ്പി കൂടെയാണിത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുമ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ്. ഇന്നിവിടെ അൽഫാം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഹാഫ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കണം. നല്ലവണ്ണം മസാലയൊക്കെ പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. വലിപ്പമുള്ള കോഴി ആയതുകൊണ്ട് ഞാനിവിടെ ചിക്കൻ റോസ്റ്റിൻ്റെ പാട്ടം നല്ല ഡീപ്പായിട്ട് വരയുവാണ്, നല്ലതായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി തായ്പാട്ടിൽ ഒരു 2 കട്ട്, ലെഗിൽ ഒരു 2 കട്ട്, തൈയുടെ പുറകിൽ ഒരു കട്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അരമുറി നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇതെല്ലാം കൂടെ നമ്മുടെ ചിക്കനിൽ നല്ല പോലെ തിരുമ്മി യോജിപ്പിക്കണം. ഈ സ്റ്റെപ്പ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇതിനെ അടച്ചൊരു 15 മിനിറ്റെങ്കിലും നമുക്ക് വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് അൽഫാമിനുള്ള സെക്കൻഡ് മാരിനേഷൻ റെഡിയാക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യാനുള്ള സ്പൈസസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ സാദാ ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, പട്ട 1 ഇഞ്ച് പീസ്, 5-6 ഗ്രാമ്പൂ, ഒരു കറുത്ത ഏലക്ക, 4-5 വറ്റൽമുളക്. ഇത്രയാണ് ഇപ്പോൾ നമുക്ക് വേണ്ടത്. ഇനി ഒരു പാൻ ചൂടാക്കി നല്ലപോലെ ഇതെല്ലാം കൂടി ഇട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. സ്പൈസസ് നല്ലോണം റോസ്റ്റ് ആവുന്നതിന് നമുക്കൊരു നല്ല മണവും കിട്ടും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഒരു ജാറിൽ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത സ്പൈസസ് എല്ലാം കൂടെ എടുത്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത്, 4 പച്ചമുളക്, അല്പം മല്ലിയില, ഒരു 1.5 ഇഞ്ച് പീസ് ഇഞ്ചി, ഒരു മീഡിയം തക്കാളി അരിഞ്ഞത്, ഒരു പിടി വെളുത്തുള്ളി, 1/2 കപ്പ് പുളിയില്ലാത്ത തൈര്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് അരച്ചെടുക്കാം. ഞാൻ ഉപ്പിടുന്നത് ഇവിടെ വീഡിയോയിൽ വന്നിട്ടില്ല. ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാരിനേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ചിക്കനിൽ നമ്മൾ അരച്ചു വെച്ച മസാല നല്ലവണ്ണം പുരട്ടി കൊടുക്കാം. കട്ടുകളെല്ലാം നല്ലപോലെ മസാല പുരട്ടണം. ഇനി മിനിമം 1 മണിക്കൂറെങ്കിലും നമുക്ക് ചിക്കൻ അടച്ചു വെക്കണം. എത്ര നേരം നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഇന്നിപ്പോൾ ഞാൻ ഓവനിലാണ് അൽഫാം ഉണ്ടാക്കുന്നത്. അതിനായി ബേക്കിംഗ് ട്രേയുടെ മുകളിൽ വയറാഗ് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇതിന് മുകളിലാണ് ചിക്കൻ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇനി ഞാൻ ഈ ചിക്കൻ ഒരു 230 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ 30 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ചിക്കൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു ബ്രഷ് കൊണ്ട് ചെറിയതായിട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഓയിൽ ഫ്രീ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. വീണ്ടും ഒരു 15 മിനിറ്റ്സ് 230 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യണം. നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. അല്പം സവാള അരിഞ്ഞതും പച്ചമുളകും കൂടി ഇരിക്കട്ടെ അല്ലേ. ഒരു സൂപ്പർ ടേസ്റ്റിയായ വളരെ ഫ്ലേവർഫുള്ളായ ചിക്കൻ റെസിപ്പിയാണ്. അധികം ഓയിലൊന്നും ചേർക്കാതെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ഇനിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്